കൂടുതൽ ദീർഘിപ്പിക്കേണ്ട ഉല്ലാസ് ബാബു പ്ലീസ്. ഞാൻ ദീർഘിപ്പിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? കാരണം എന്നെ മൈതാന പ്രാസംഗികൻ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആളൊരു കടലാസം തുറന്നു വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ആ കഥകൾ മുഴുവൻ ഇങ്ങനെ കഥ 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 എന്ന് വായിക്കുമ്പോൾ അതിനെ ഞങ്ങൾക്ക് എതിർക്കണ്ടേ? കാരണം ഞാൻ ചോദിക്കട്ടെ അനിൽ നമ്പ്യാരെ, എനിക്ക് അദ്ദേഹം പറയുന്ന ഓരോ ശൈലി എന്ന് പറഞ്ഞാല് മലയാള ഭാഷയുടെ മാന്യമായ രീതിയിൽ പച്ചയായിട്ടുള്ള നുണയെ പറയണേ, ഒരു മാറ്റമില്ല, അല്ല തട്ടിപ്പാണ് കലക്കണത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പേര് മാറ്റി ചെലവഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആൾ മിണ്ടിയില്ലട്ടാ. ഞാൻ പറഞ്ഞുതരാം. എന്തേ PM ആവാസ് യോജന, നിങ്ങളുടെ പേരെന്താ അറിയോ? ലൈഫ് മിഷൻ. അടുത്ത കാര്യം പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, ഈ MGNREA എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങളുടെ പേരെന്താ അറിയോ? അയ്യങ്കാളി തൊഴിലുറപ്പ്. 2 സ്വച്ഛ് ഭാരത് മിഷൻ. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആ കുട്ടിക്ക് പേരിടുന്ന ആ മന്ത്രിനും കൂടി വെച്ചോ. അടുത്ത പേര് ശുചിത്വ മിഷൻ. രണ്ടാമത്തെ പേരെന്താണെന്നറിയോ? PM കൃഷി സമ്പദ് യോജന. അതിന് നിങ്ങളുടെ പേരെന്താണെന്നറിയോ? KM മണി മൈക്രോ ഇറിഗേഷൻ പദ്ധതി. ആയുഷ്മാൻ ഭാരത്. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? കാരുണ്യ ആരോഗ്യ പദ്ധതി. അതേപോലെ തന്നെ NHRM പദ്ധതി. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ആർദ്രം. PM ഉജ്ജ്വല യോജന. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ഫിലമെന്റ് രഹിത കേരളം. രണ്ടാമത് PM ഗരീബ് കല്യാൺ അന്ന യോജന. നിങ്ങളുടെ പേരെന്താ അറിയോ? സൗജന്യ റേഷൻ. സാർ ഞാൻ ചോദിച്ചോട്ടെ, മഞ്ഞക്കാടുകാർക്കായിക്കോട്ടെ പിങ്ക് കാർഡുകാർക്കായിക്കോട്ടെ, നാളെ ഇന്ന് വരെ റേഷൻ കടയിൽ പോയി അന്വേഷിച്ചിട്ട് ഈ കാര്യം തെറ്റാണെങ്കിൽ ഉല്ലാസ് ബാബു തെരഞ്ഞെടുപ്പിൽ നിന്ന് കുടുംബത്തെ പോയിരിക്കും. 35 കിലോ അരി വെച്ച് കേന്ദ്രം തരുന്നത് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് 35 കിലോ അരി വെച്ച് കേന്ദ്രം തരുന്നത് ഇല്ലെന്ന് പറയാൻ ഇടതുപക്ഷത്തിന് സാധിക്കോ? അതിന്റെ ഹാൻഡിൽ ചാർജ് കൊടുക്കാൻ കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത മന്ത്രിയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി? രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താ പറഞ്ഞത്? ഗ്യാസിന്റെ കാര്യം. അതായത് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യം. ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ. ഇസ്രായേലും ഇറാനും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മറ്റേ ആൾക്കാർ ഏരിയ സെക്രട്ടറിമാർ കീറമായി പാഠം പഠിപ്പിക്കില്ലായിരുന്നു എല്ലാവരും. നിങ്ങളുടെ പാഠം പഠിപ്പിക്കുന്ന ഏരിയ സെക്രട്ടറി ഇറാനോട് പോയി പറയാൻ പറയും, ആ ഹോർമിസ് ഒന്ന് തുറക്കില്ലെങ്കിൽ ഇങ്കുലാപ്പ് വിളിക്കുന്നു പറ. യുദ്ധം നടക്കുമ്പോ അതാത് രാജ്യങ്ങളുടെ ശരിയാണ്, അതാത് രാജ്യങ്ങൾക്ക് അത് സംശയമില്ല. ആ പരമാധികാരത്തിൽ കയറാൻ ആർക്കും തയ്യാറുമില്ല. ഇറാൻ ആ കടലെടുക്ക് അടച്ച സമയത്ത് ഇങ്ങോട്ട് സംഭവങ്ങൾ കൊണ്ടുവരാതിരിക്കുന്ന സമയത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടായി. എന്താ കുഴപ്പം? മറ്റേ ഏരിയ സെക്രട്ടറിമാർ പന്തംകൊളത്തി നടത്തുണ്ടായില്ലോ, പോയി കൊളത്തന്നെ നാട്ടുകാർ പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. അവിടെ പോയി കൊടുത്ത് ആ ഹോർമിസ് കടലെടുക്കേണ്ട അവിടെ 4 ഏരിയ സെക്രട്ടറിമാരെ കൊണ്ടുപോയി കൊളത്തി പന്തം കൊടുത്ത് അപ്പൊ അവർ തുറന്നു കൊടുക്കുന്നു. അറിവും പ്രാപ്തിയും കഴിവുമുള്ള സർക്കാർ, അറിവും പ്രാപ്തിയും കഴിവുമുള്ള സർക്കാർ വളരെ കൃത്യമായി അത് വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര് പ്രഖ്യാപിച്ചിരിക്കുന്നു? ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ കപ്പലിനെ ഹോർമിസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുഴുക്കുള്ള ആൾക്കാർ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാ. ഇവരുടെ ആളുകൾ ഇവിടെ കിടന്നിട്ട് ഈ പന്തം കൊളുത്തി നടത്തിയോണ്ടല്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ. എന്നെ ആരോഗ്യ മേഖലയുടെ വലിയ കാര്യം മുന്നോട്ട് പോകാൻ കഴിയും. വാടക്കാഞ്ചേരി മേൽപ്പാലം പണിയാൻ പ്രാപ്തിയില്ലാത്ത ചേരിചേര ഉണ്ടാക്കാൻ പോവാണ്. വടക്കാഞ്ചേരിയിലെ ഈയപ്പോഴയ്ക്ക് കർക്കിടക മാസത്തിലെ നല്ല കർക്കിടം മിഥുന മാസത്തിലെ മഴ അങ്ങോട്ട് പെയ്യുമ്പോ അവിടെ പോയിട്ട് കല്ല കെട്ടി 8 കോടി രൂപ ചെലവാക്കിട്ട് കല്ല് ഒളിച്ചാ പോയി. 8 കോടി പോയി കല്ലു പോയി. എന്നിട്ടാണ് ചേരി ചേരാനായോ ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്. വടക്കാഞ്ചേരി അങ്ങാടി നേരിയാൽ ആദ്യം പഠിക്കുക, എന്നിട്ട് ചേരിക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ആദ്യം കാണിക്കേ, അല്ലാണ്ട് തട്ടിപ്പും മത്തങ്ങും പറയല്ലേ. അതറിയാം. ഈ തട്ടിപ്പും മത്തങ്ങും കൊണ്ടാണ് ഇന്ത്യ മഹാരാജ തങ്ങളുടെ പാർട്ടിയുടെ 16 അടിയന്തരം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 41 കഴിയും, ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്
ഇതിന് കേന്ദ്ര സർക്കാർ കൊടുത്ത പൈസ നിങ്ങളുടെ ആരോഗ്യമന്ത്രി എന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ട് അവിടെ ഫാർമസിയിൽ മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കിയത് നമ്മളാണോ? നിങ്ങൾ മാധ്യമപ്രവർത്തകനല്ലേ? അതെങ്ങനെ നിങ്ങൾ കേന്ദ്ര ജനങ്ങളല്ലേ? ഗവൺമെന്റ് പൈസ ആ കൊടുക്കുന്ന നിങ്ങൾക്ക് മരുന്ന് ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ കേന്ദ്ര കഴിവില്ലെങ്കിൽ ഗവൺമെന്റ് പൈസ കൊടുക്കുന്ന മരുന്ന് മരുന്ന് വാങ്ങാനാണോ? കേന്ദ്ര സർക്കാർ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എവിടത്തെ കേന്ദ്ര പദ്ധതിയെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. യോജന ഞാൻ ചോദിക്കട്ടെ, അതിൽ ഞാൻ ഏത് ചോദിക്കട്ടെ. യോജനയിലാ മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കണേ? അല്ല, മരുന്ന് മേടിച്ചു വെക്കാൻ കഴിവില്ലെങ്കിൽ ആ പണി നിർത്തി വിടത്തില്ലല്ലോ. മരുന്ന് മേടിച്ച് സാധാരണക്കാർക്ക് കൊടുക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ പണി നിർത്തി കുടുംബത്തെ പോയിരിക്കണം. അല്ലാതെ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് സുഖമായി മൃഷ്ടാന്ന ഭോജനം നടത്തരുത് കേട്ടോ. അതിനാണ് ആരോഗ്യമന്ത്രി വേണ്ടത്. ആരോഗ്യമന്ത്രിക്ക് ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ പണി നിർത്തി വീട്ടിൽ പോയിരിക്കണം. അല്ലാണ്ട് മനസ്സിലാക്കിക്കോ. മൂന്നാമത്തെ കാര്യം, ആ മരുന്നില്ലാത്ത ഈ മെഡിക്കൽ കോളേജുകൾ ഇവരുടെ 10 കൊല്ലം നിങ്ങൾ വായിച്ചതുണ്ടല്ലോ. പണ്ട് ബാലരമ വായിച്ച പോലെ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പദ്ധതിയുടെ പേര് പറയാനുണ്ടോ? പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഒന്നും പ്ലീസ് പ്ലീസ് അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. പറയട്ടെ ഉല്ലാസ് ബാബു. Yes. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. കുഴിനകത്തൊരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അവിടെ പറ്റുമോ? എന്താ 10 കൊല്ലായില്ലേ? 10 കൊല്ലം ആരോഗ്യമന്ത്രി ഉണ്ടായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ IP കറക്റ്റ് ആയോ? കൃത്യമായി ഡോക്ടർ ആയോ? എന്താ സാധിക്കാത്ത? അതും കൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൈകാര്യം ചെയ്യാം. അപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പ്രശ്നമാവുക. അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആൾക്കാർ വന്ന് ലോകം ഞങ്ങളെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ പൊട്ടന്മാരാണോ? രണ്ടാമത്തെ കാര്യം അദ്ദേഹം പിന്നെ ഒരു കാര്യം പറഞ്ഞത്, നട്ടാലും പറിച്ചാലും ഒരു കൊട്ട. ഓ, എന്ത് കണ്ടുപിടുത്തലാണ് സാറേ! ഇന്ത്യ മഹാരാജ്യത്ത് ത്രിപുരയും ബംഗാളും കഴിഞ്ഞ് ഇതിനകത്ത് മാത്രമായി ഒതുങ്ങിയത് നട്ടാലും പൊതിച്ചാലും ഒരു കൊട്ടയായതുകൊണ്ടാണ്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. ഏറ്റവും കൂടുതൽ MP മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ MLA മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു. എന്നിട്ട് നട്ടാലും പിടിച്ചാലും ഒരു കൊട്ടാന്ന്. നിങ്ങൾ എന്ത് ഭാര്യ പറയണത്? നിങ്ങളുടെ പേരുടെ നേതാവുണ്ട്, പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ത് അപ്പം ഉണ്ടാക്കി അത് എറണാകുളത്ത് കൊണ്ട് വിറ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മലപ്പുറത്തേക്ക് വരും. ഉച്ച തിരിഞ്ഞ് വീണ്ടും അപ്പം കൊണ്ട് എറണാകുളത്തേക്ക് പോകും. അത് കഴിക്കാൻ രാത്രി വീട്ടിലേക്ക് വരും. എന്തപ്പം? ആ ടോയിനൂല് ഇങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ട് കളിപ്പാട്ട ട്രെയിൻ ഓടിക്കുന്ന കേരളയെ കുറിച്ച് പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് നടന്നില്ലെങ്കിൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ സമയത്ത് നടക്കും. ജനങ്ങൾക്ക് പോലും മനസ്സിലാവണ്ടേ? അത്രേ ഉള്ളൂ. ആ ന്യായീകരണം അപ്പൊ ഈ കാര്യം പറഞ്ഞത്. BJP ജയിക്കുന്ന സമയത്തെ 150 ഉറുപ്പിയുടെ റൂം എടുത്ത് നിങ്ങൾ പുറത്തിരിക്കും. എന്താ ഞങ്ങൾക്ക് ഈ ഗതി പറ്റിയേ? ത്രിപുരയും ബംഗാളും കേരളത്തിലും ആയല്ലോ എന്ന് പറയാണ്ട് ഗതി. വൺസ് അപ്പോൺ എ ടൈം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിലെന്ന് ചരിത്രം പഠിക്കേണ്ടി വരും. നമ്മുടെ ചെറുകുട്ടികൾ ഒരു 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ.